Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി സോയയാണ്. ഇത് നോക്കിക്കേ, ഞാൻ തയ്യാറാക്കി വെച്ചപ്പോൾ തന്നെ എൻ്റെ പിള്ളേരത് കഴിച്ചും തീർത്തു. സോയ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിക്കാൻ വളരെ ഇഷ്ടമാകുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഈ ചില്ലി സോയ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ അല്പം തിളച്ച വെള്ളത്തിലേക്ക് ഒരു 10 മിനിറ്റ് ഈ സോയ ചങ്ക്സ് ഇട്ട് വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന സോയാ ബോൾസ് ഞാൻ 2 പ്രാവശ്യം വീണ്ടും പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കിതൊരു 15 മിനിറ്റിന് നീക്കി വയ്ക്കാം. ഈ പാനിൽ ഞാനൊരു ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സോയാബോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ എടുക്കുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിത് കോരാൻ പോവുകയാണ്. ശരിക്കും ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുറി സവാള ചതുരത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ഉള്ളിയും പച്ചമുളകും ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ചൂടാക്കാം. ഫ്രൈ ആയി പോകരുത്. ഇനി ഇതിലേക്കൊരു ക്യാപ്സിക്കത്തിൻ്റെ 4/1 ഭാഗം, അത് ചതുരത്തിലരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ ഇനി അതിലേക്ക് സോസാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ആ എണ്ണയിൽ കിടന്നത് സോസെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത സോസിനകത്തിലൊക്കെ ഉപ്പിൻ്റെ അംശമുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി അങ്ങ് നിർത്തിയേക്കാം. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. കാര്യം ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വെരി ടേസ്റ്റി ചില്ലി സോയ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.